ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് സാബൂനരി കഴുകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാബൂനരി ചവ്വരി എന്നൊക്കെ പറയും കേട്ടോ ചില ഭാഗത്ത്. അപ്പോൾ ഞങ്ങളിതിന് സാബൂനരി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴുകിയത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് വരണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇപ്പോൾ നമ്മുടെ സാബൂനരി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളതിന് പകരമായിട്ട് വേണമെങ്കിൽ പഞ്ചസാരന് ചേർത്ത് കൊടുത്തോളൂ. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാകുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ പാലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് മധുരമാവുള്ളൂ. ഇനി നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാക്കുക. പിന്നെ അത് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് കുറുകിയിട്ട് വരും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ പോവുകയാണ്. അപ്പോഴും ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ പിന്നീട് നമുക്ക് പിന്നെ ടൈറ്റായി കഴിഞ്ഞിട്ട് പിന്നെ പാലൊഴിച്ച് കൊടുത്ത് ലൂസാക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിൽ തന്നെ കിട്ടും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല തണുത്ത് വന്നപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ പിന്നീട് നമുക്കിത് പാലൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഴുത്ത മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങ, കുറച്ച് മധുരമുള്ള മാങ്ങയായിരിക്കണം കേട്ടോ, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇത് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മാങ്ങയ്ക്ക് ഇപ്പോൾ നല്ല കളറുള്ള മാങ്ങ ആയതുകൊണ്ട് ഇതിന് വേറൊരു ഷെയ്ഡായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വൈറ്റ് കളറിലുള്ള ഈ ഒരു സാബൂനരിയുടെ മിക്സ് കുറച്ച് ചെറിയൊരു യെല്ലോ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഐസ്ക്രീം ബൗളിലൊക്കെ നല്ല തണുപ്പോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.